ബഹ്റൈനിൽ വണ്ടി ഓടിക്കുന്ന എല്ലാവരും തന്നെ ഈ പറയുന്ന ഫ്ലൈ ഓവറിൽ ആ ഒരു പെർട്ടിക്കുലർ ഭാഗം ആ ഒരു വളവെത്തുന്ന സമയത്ത് നല്ലവണ്ണം ശ്രദ്ധിക്കണം. കാര്യം കൂടുതൽ അപകടങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. പറഞ്ഞു വരുന്നത് പുതുതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്ന ജസ്ര ഫ്ലൈ ഓവറിനെ കുറിച്ചിട്ടാണ്. ആ ഫ്ലൈ ഓവറിലെ ഒരു പെർട്ടിക്കുലർ വളവിലെത്തുന്ന സമയത്ത് അവിടുത്തെ റോഡിൻ്റെ ഒരു സ്ട്രക്ചറിലുള്ള പ്രശ്നം കൊണ്ടാണെന്നാണ് പറയണത്. വണ്ടിയുടെ കൺട്രോൾ നഷ്ടപ്പെടുക, ബാലൻസിൽ പ്രോബ്ലം ഉണ്ടാവുക, തുടർന്ന് വാഹന അപകടങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഇനി എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ജസ്ര ഫ്ലൈ ഓവറിൽ അൽ ജനബിയ ഹൈവേനെയും അതേപോലെ തന്നെ ഷെയ്ഖ് ഇസ ബിൻ സൽമാൻ ഹൈവേനെയും കണക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട വളവിൻ്റെ കാര്യമാണ് പറയുന്നത്. അതായത് ഈ ഒരു ഫ്ലൈ ഓവറിൽ 50 km/h ആണ് സ്പീഡ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. പലരും അതിൽ കൂടുതൽ സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഈ ഒരു വളവിലെത്തുന്ന സമയത്ത് വണ്ടിയുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു, അപകടം ഉണ്ടാവുന്നു. ആ ഒരു പെർട്ടിക്കുലർ സ്പോട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ടയർ പാടുകളും അപകടങ്ങളും ഉണ്ടായിട്ടുള്ള അടയാളങ്ങളും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു ഫ്ലൈ ഓവറിൽ ഇത്രയും വാഹന അപകടങ്ങൾ ഉണ്ടാവുന്നത്? അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ നോക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത്. ഏരിയ കൗൺസിലർ ആയിട്ടുള്ള മുഹമ്മദ് അൽ ദോസരിയാണ് ഈ ഒരു പ്രശ്നം ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ദിവസേന 57,000 വാഹനങ്ങൾ കടന്നു പോകുന്ന രീതിയിൽ 884 മീറ്റർ നീളത്തിലാണ് ഈ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു ബ്രിഡ്ജ്, ഈ ഒരു ഫ്ലൈ ഓവർ വന്ന ഒരു വർഷത്തിനുള്ളിലാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർത്തേൺ മുനിസിപ്പൽ കൗൺസിൽ ഇത് വളരെ സീരിയസ് ആയിട്ടാണ് ഈ ഒരു ഇഷ്യൂ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വ്യക്തത വരുന്നത് വരെ, അതായത് ഇതിലൊരു അടിയന്തര തീരുമാനമൊക്കെ ഉണ്ടാകുന്നത് വരെ അതിലൂടെ വണ്ടി ഓടിക്കുന്ന എല്ലാവരും തന്നെ വളരെയധികം പ്രത്യേകമായിട്ടും ജാഗ്രത കാണിക്കുക.